പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന പ്രസ്താവന അതീവ ഗുരുതരമാണ്. ഇസ്രായേൽ ഫലസ്തീൻ പോരാളികൾക്ക് മുന്നിൽ എത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രസ്താവന. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ ഗസയിലുള്ള യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിനകത്ത് വലിയ കലാപം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണം നെതന്യാഹു ഇറങ്ങിപ്പോവേണ്ടി വരും. ഒരുപാട് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. മാത്രമല്ല, വലിയ വിപ്ലവങ്ങൾക്ക് അത് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായ നടപടികളൊന്നും ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു എന്നർത്ഥം. നമുക്കറിയാം, നിരന്തരമായി അവരുടെ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി ഇസ്രായേലിലെ സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പ്രക്ഷോഭങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇസ്രായേലിന്റെ നേതൃത്വം ഈ യുദ്ധവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ പറഞ്ഞതിനർത്ഥം ഇസ്രായേലിൽ ഒരു ഏകീകരിച്ച രീതി തന്നെ കിട്ടണമെങ്കിൽ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കണമെന്നാണ്. അതായത് യുദ്ധം എന്ന് അവസാനിക്കുന്നോ അന്ന് മുതൽ നേതൃത്വത്തിന്റെയും സാധാരണക്കാരുടെ ഇടയിലൊക്കെ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാനല്ല യുദ്ധം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ്. ഞങ്ങൾ ഈ യുദ്ധം തുടർന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം തുടരുകയല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു രക്ഷയുമില്ല എന്നാണ് രണ്ടാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് മൂന്നാമതായി പറയുന്നത്, ഞങ്ങളെ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തുടർന്നു പോവുക എന്നത് വലിയ പ്രതിസന്ധിയാണ്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തലങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം 20,000-ലധികം ആളുകൾ അതീവ ഗുരുതരമായ പരിക്കേറ്റവർ ഉണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ മരണസംഖ്യ നാം ഉദ്ദേശിച്ചതിലപ്പുറം വലിയൊരു എണ്ണം തന്നെ അത് ഉണ്ടാകും. ഗുരുതരമായ പരിക്കേറ്റവർ 20,000 എന്ന് പറയുമ്പോൾ മരണപ്പെട്ടവരുടെ സംഖ്യ നാം പ്രതീക്ഷിക്കുന്നതിനും എത്രയോ അപ്പുറത്തായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ചെറിയ പരിക്കുകൾ പറ്റിയ ആളുകളുണ്ട്. മാത്രമല്ല, മാനസികമായ പ്രശ്നങ്ങൾ സംഭവിച്ച ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അധിനിവേശ ഇസ്രായേലിനകത്ത് തന്നെ ഒരു സൈനികന് ഇത്തരത്തിലുള്ള ഒരു മാനസികമായ അസ്വസ്ഥത വന്ന് കൂടെയുള്ള ആളുകളെ വെടിവെച്ച ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സൈനികർ ധാരാളമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിലേറെ വലിയ ഗുരുതരമാണ്. നാളെ മുതൽ ഇസ്രായേലിന്റെ പതനമായിരിക്കും. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒക്ടോബർ 7-ന് ഉണ്ടായതിലേറെ വലിയ ഒരു കടന്നുകയറ്റം ഇസ്രായേലിന്റെ അകത്തേക്ക് ഉണ്ടാകുമെന്ന കാര്യവും ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനും സാധ്യമല്ല, യുദ്ധം തുടർന്നു കൊണ്ടുപോകാനും സാധ്യമല്ല. അത്തരമൊരു ഘട്ടത്തിലാണുള്ളത്. ഇനി മറ്റൊരു വശം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഹമാസിന്റെ ടണലുകളെ തകർക്കാൻ ഇസ്രായേൽ എല്ലാ സാധ്യതയും പരിശോധിച്ച് പരാജയപ്പെട്ടു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഏകദേശം 1 മാസത്തോളമായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ടണലുകൾ മുക്കിക്കളയാൻ പോകുന്നു. ഹമാസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലൂടെ പൊങ്ങി വരും എന്ന് കാത്തിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളം പമ്പ് ചെയ്യുന്നതൊന്നും അവിടെ വിജയകരമല്ല. കാരണം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ടണലുകളെല്ലാം ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ തയ്യാർ ചെയ്തിരിക്കുന്നത്. അവിടെ സ്പോഞ്ച് ബോംബുകൾക്കോ അല്ലെങ്കിൽ വാതകം നിറക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം നിറക്കുന്നതോ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും വിജയിക്കില്ല. കാരണം അതിനുള്ള എല്ലാ മുൻകരുതലുകളും കണ്ടുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ ഭാഗത്ത് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കൽ ഒരു ആയുധമായിട്ടാണ് ഈ ഒരു തുരങ്കങ്ങളെ ഹമാസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ കാണിക്കുന്നത് നിയമപരമായി തെറ്റായതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല. അതേസമയത്ത് കൂട്ടമായി നിൽക്കുന്ന ഇസ്രായേലിന്റെ സൈനികരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ അത് ഇസ്രായേലിലുള്ള സാധാരണക്കാരുടെ മനസ്സിനകത്ത് പോലും വലിയ പ്രതിസന്ധികളും വലിയ ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഹമാസ് ഇതൊക്കെ ചെയ്യുമ്പോഴും അതെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം നിർഭയരാണ് എന്ന് നാം ചിന്തിക്കണം. ഈ വീഡിയോ ഓരോന്നും കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ സൈനികരുടെ മനസ്സാന്തരങ്ങളിൽ വലിയ ഭീതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.